ഹലോ, ഇന്ന് ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ചുരുക്കം ചില ദിവസങ്ങളിലേ മുന്നിലിരിക്കാൻ ചാൻസ് കിട്ടാറുള്ളൂ. ഇന്നെന്തോ നീനു സച്ചു ഉള്ളതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എന്നോട് മുന്നിലിരിക്കാൻ പറഞ്ഞു. ആ ചാൻസിൽ കയറി പറ്റിയതാണ് കേട്ടോ. പ്രത്യേകിച്ച് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാത്തൂൻ്റെ കുട്ടീൻ്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് ഫുഡ് ഐറ്റംസ്, ടോയ്സ്, ഡ്രസ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഷവർമ, മന്തി, സാൻഡ്വിച്ച് ഈ ഐറ്റംസിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല, എന്നാലും കിട്ടിയാൽ കഴിക്കും. അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം നല്ല തണുത്ത ഐറ്റംസ് ആണ്. അപ്പോൾ എന്നോടും നീനുവിനോടും വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട, അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പാർസൽ കൊണ്ടുതരികയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ തേനിലിട്ട നെല്ലിക്കയും കുറച്ച് പൈനാപ്പിളും കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും കൂടെ ഒക്കെയാണ് കേട്ടോ. പിന്നെ പോകുന്ന ടൈമിൽ ഇതൊക്കെ തിന്നുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. ഞാൻ പറയും പോകുന്ന ടൈമിൽ കൂടുതൽ വിലയുള്ളതൊന്നും വേണ്ട, ചെറുത് 10 5 അതിൻ്റെയൊക്കെ മതി എനിക്ക് എന്നൊക്കെ പറയട്ടോ. കാരണം ഇതാണ് കഴിക്കാൻ ടേസ്റ്റ്. അങ്ങനെ പൈനാപ്പിളും നെല്ലിക്കൊക്കെ വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിച്ചു. ഇതൊന്നും പിന്നേക്ക് എടുത്ത് വെക്കുന്നത് എൻ്റെ ഒരു ശീലമല്ല കേട്ടോ. അപ്പം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ഒന്നും പിന്നെ ഞാനിതിൽ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു. നമ്മുടെ തറപ്പണി ബിൽറ്റ് വാർക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കിണറിന്റെ പണിയാണ്, വെള്ളം കണ്ടിട്ടുണ്ട്, അൽഹംദുലില്ലാ. 7.5 കോലിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ റിങ്ങും കാര്യങ്ങളൊക്കെ വാർക്കാണ് കേട്ടോ. ഞങ്ങൾ വീട് മാറുന്നതിന് കുറച്ച് ദിവസം മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പൊ കുറേ അധികം പണി ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് ആവശ്യമായിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാക്കിയും കുട്ടികളും മുടിയെട്ടാൻ പോയിട്ടുണ്ടായിരുന്ന ഒരു ടൈമാണ്. വന്നപ്പോൾ എനിക്കും കൂടെ കരിമ്പ് ജ്യൂസും കൂടെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ. അതിൽ പോയപ്പോൾ ഒരു വക കുടിച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്ര കിട്ടിയാലും നമുക്ക് മടുക്കൂലല്ലോ. അപ്പോൾ വൈകുന്നേരവും കുടിച്ചിട്ടുണ്ടായിരുന്നു. താമസം മാറിയ വീട്ടിൽ കുറച്ച് അടുക്കിപ്പെറുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും നാത്തൂനും വന്നപ്പോൾ കുട്ടികളും കൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു മധുഹൂത്തൊക്കെ കുഞ്ഞാക്ക വാങ്ങിക്കൊണ്ടുവന്ന് തന്നു. ഞങ്ങൾ അങ്ങനെ അത് കഴിച്ചിട്ടാണ് അവിടുന്ന് തിരിച്ചു വന്നത്. വരുന്ന വഴിയാണ് ഓപ്പൺ ജിം കണ്ടത്. എപ്പോഴും കാണാറുണ്ട്, പക്ഷേ ഇവിടേക്ക് പോകാനുള്ള ഒരു ടൈം ഞങ്ങൾക്ക് കിട്ടാറില്ല കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഒപ്പായതുകൊണ്ട് നല്ലൊരു രസം. പിന്നെ രാത്രിയും കൂടെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വീഡിയോ എടുക്കാൻ അങ്ങനെ എന്തിനോ വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കുട്ടികളെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ ഞാനും അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ആളില്ലാത്ത ടൈമല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ അതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നത്. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.